പിന്തുണച്ച് അമേരിക്ക രംഗത്ത്. എല്ലായ്പ്പോഴും തന്നെ ഭീകരവാദത്തിന് മാത്രം കുട ചൂടുന്ന പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്നതിൽ ഇപ്പോൾ ലോകത്തിന് വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഇത്തരമൊരു പ്രസ്താവന പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണങ്ങളുടെ മുറിവ് അവിടെ ഉണങ്ങും മുൻപേയാണ് ഇത്തരത്തിൽ അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിൽ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് എന്നും ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രമാണിതെന്നും ഇന്ത്യ ഇതിനെതിരെ തുറന്നടിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യ ചോദ്യം ചെയ്യുമെന്നതിൽ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഇതിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ കടന്നു കയറിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ പിന്തുണച്ചാണ് അമേരിക്ക രംഗത്ത് വന്നത്. ഭീകരവാദത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ അവകാശമുണ്ട് എന്നതാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നതും. അഫ്ഗാൻ മണ്ണിൽ നിന്നുകൊണ്ട് ഭീകരവാദം വളരാൻ അനുവദിക്കില്ല എന്ന കരാർ താലിബാൻ പാലിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. എന്നാൽ പാകിസ്ഥാന്റെ ഈ നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നും ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രമാണ് എന്നതായിരുന്നു ഇന്ത്യയുടെ മറുപടി. ടെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവയുടെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയെന്നും 70 ഭീകരരെ വധിച്ചു എന്നതാണ് പാകിസ്ഥാന്റെ വാദം. എന്നാൽ ഇവിടെ പവിത്രമായ റമദാൻ മാസത്തിൽ നടത്തിയ ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാർ അവിടെ കൊല്ലപ്പെട്ടതും വലിയ രീതിയിൽ ഇന്ത്യ അതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് കടത്തിവിടാനുള്ള ഒരു നീക്കമാണ് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹം ഇവിടെ ആവർത്തിച്ചുറപ്പിച്ച് പറയുകയും ചെയ്തു. പാകിസ്ഥാനിലെ ജനങ്ങൾ ഭീകരവാദത്താൽ വലിയ തോതിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നും അതിനാൽ തന്നെ ഇത്തരം സൈനിക നടപടികൾ അനിവാര്യമാണ് എന്നതാണ് അമേരിക്കൻ വക്താവ് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് പച്ചക്കൊടി കാട്ടിയ അമേരിക്കൻ നിലപാട് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ അത്തരമൊരു രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരവാദത്തിന്റെ പ്രഭാവ കേന്ദ്രമായ പാകിസ്ഥാൻ തന്നെ മറ്റൊരു രാജ്യത്തെ ഭീകരതയെക്കുറിച്ച് അവിടെ പരാതിപ്പെടുന്നതിലെ വൈരുദ്ധ്യം എന്താണ് എന്നതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തുന്ന നഗ്നമായ ലംഘനങ്ങൾക്കെതിരെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ഇത്തരത്തിൽ ഭിന്നത രൂക്ഷമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.